സ്വിച്ച് ഓൺ ചെയ്യുക. മെഷീനിൽ ഒരു സ്വിച്ച് ഉണ്ട്, 0, 1. 1 ഓൺ ആക്കാനും 0 ഓഫ് ആക്കാനും. ചുമപ്പ്, മഞ്ഞ, പച്ച. ഈ ഓൺ ആക്കുന്ന സമയത്തല്ലാതെ പിന്നീടുള്ള പ്രവർത്തനത്തിൽ ഈ 2 ലൈറ്റും കത്താൻ പാടില്ല നോർമലി. ഇവിടെ നമുക്ക് ഈ വാ വലുതായിട്ടുള്ള വശത്തോട്ട് തിരിക്കുവാണെങ്കിൽ കൂടും, വാ ചെറുതായിട്ടുള്ള വശത്തോട്ട് തിരിക്കുവാണെന്നുണ്ടെങ്കിൽ കുറയും. നമുക്ക് വേണമെങ്കിൽ ഒരു 1.5 വല്ലതും വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തിട്ട് പൾസ് ഓക്സിമീറ്റർ വെച്ച് നോക്കിയതിന് ശേഷം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. വെള്ളം എപ്പോഴും മിനറൽ വാട്ടർ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഈ സ്റ്റിക്കർ ഇങ്ങനെ ഇളക്കുക. ഈ സ്റ്റിക്കറിന്റെ ഉപയോഗം ഈ വാട്ടർ ബോട്ടിൽ മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. ആഞ്ഞു പിടിച്ച് ടൈറ്റ് ചെയ്ത് ഇത് ബ്രേക്കായി പോകും. തുറക്കുന്ന സമയത്ത് ഇടത്തെ കയ്യിൽ ഇത് ഹോൾഡ് ചെയ്ത് വെക്കുക, മാറ്റി വെക്കുക, പുതിയ വെള്ളം ഒഴിക്കുക. അതേപോലെ തന്നെ തിരിച്ച് ആകെ 2 പിരിയേ ഉള്ളൂ, പിരി വെട്ടാതെ കറക്റ്റായിട്ട് വെക്കുക. പാപ്പ കിട്ടുന്നില്ലെന്ന് പറയുവാണെങ്കിൽ ഇതിന്റെ അറ്റം ചെവിയിലോട്ട് വെച്ച് നോക്കൂ, അല്ലെന്നുണ്ടെങ്കിൽ വെള്ളത്തിലോട്ട് വെച്ച് നോക്കുക. അതേപോലെ ഈ ഫിൽറ്റർ എല്ലാ 2 മാസം കൂടുമ്പോഴും ഇതിങ്ങനെ തുറന്നിട്ട് ഇതിനെ വലിച്ച് വെളിയിലോട്ട് എടുത്തിട്ട് തുടച്ചിട്ട് വൃത്തിയാക്കിയിട്ട് വേണം വെക്കാൻ. നനവുള്ളതൊന്നും കൊണ്ട് തുടക്കല്ലോ, ഉണങ്ങിയത് വെച്ച് തുടയ്ക്കാവുള്ളൂ. അതേപോലെ ഈ പോർഷൻ തുറന്ന് ഞാൻ കാണിച്ചല്ലോ, അതും അതുപോലെ തന്നെ തുറക്കുക. മുകളിൽ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ വേണം തിരിച്ചു വെക്കാൻ. ഈ ഇതിനകത്ത് നിന്ന് എപ്പോഴെങ്കിലും വെള്ളം വരുന്നുണ്ടെങ്കിൽ മെഷീനിൽ നിന്ന് ഒരിക്കലും വെള്ളം വരത്തില്ല. നമ്മൾ ഈ കുപ്പിയിലെ വെള്ളം മെഷീൻ്റെ ഉള്ളിൽ കയറ്റിയെങ്കിൽ മാത്രമേ അത് വെളിയിൽ വരത്തുള്ളൂ. അപ്പം തുറക്കുമ്പോഴും എടുക്കുമ്പോഴും ഇതിങ്ങനെ ചരിഞ്ഞ് വെള്ളം ഇതിനകത്ത് പോവാതെ നോക്കുക. ചുറ്റിനും ഒരു 15 സെന്റിമീറ്റർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും.